കോട്ടയം നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുമായിരുന്ന ഒരു വികസന പദ്ധതിയാണ് ആകാശപാത അഥവാ സ്കൈ വാക്ക്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെ വിഭാവനം ചെയ്ത് നിർമ്മാണം ആരംഭിച്ച ഈ പദ്ധതി കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ പദ്ധതിയായിരുന്നു. പിന്നീട് ആരംഭിച്ച കൊല്ലത്തെയും തൃശ്ശൂരിലെയും സ്കൈ വാക്കുകൾ പൂർത്തിയായപ്പോഴും കോട്ടയത്തെ സ്കൈ വാക്ക് ഇപ്പോൾ നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു അസ്ഥികൂടം കണക്കെ നഗരഹൃദയത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. ഈ പണി പൂർത്തിയാകാൻ അനുവദിക്കാത്തതിന് പിന്നിൽ, ഈ പണി തടസ്സപ്പെടുത്തിയതിന് പിന്നിൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്കും അവർ നേതൃത്വം നടത്തുന്ന ഭരണകൂടത്തിനും വ്യക്തമായ പങ്കുണ്ട്. തിരുവഞ്ചൂർ എന്ന രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടുവാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിയോഗികളുടെ പ്രധാന ആയുധമാണ് ഇപ്പോൾ ഈ സ്കൈ വാക്ക് പദ്ധതി, അല്ലെങ്കിൽ പണി പൂർത്തിയാകാതെ കിടക്കുന്ന ഈ സ്കൈ വാക്ക് പദ്ധതി. ഇതിനു പിന്നിൽ CPMന് കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കോട്ടയം നിയോജക മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നാം അല്പം പരിശോധിക്കണം. 1987 മുതൽ 2001 വരെ തുടർച്ചയായ 14 കൊല്ലം കോട്ടയത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചത് നിരവധി തവണ മന്ത്രിയായിരുന്ന മുതിർന്ന CPM നേതാവ് TK രാമകൃഷ്ണനാണ്. 2001 മേഴ്സി രവിയിലൂടെ കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ വിജയിച്ചെങ്കിലും പിന്നീട് 2006 ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന VN വാസവനിലൂടെ CPM ഈ മണ്ഡലം തിരികെ പിടിച്ചു. എന്നാൽ കോട്ടയത്തിന്റെ രാഷ്ട്രീയ ചിത്രം പാടെ മാറുന്നത് 2011 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തിയതോടെയാണ്. 2011 VN വാസവനോട് കേവലം 711 വോട്ടുകൾക്ക് വിജയിച്ച തിരുവഞ്ചൂർ പിന്നീട് 2016 നടന്ന തിരഞ്ഞെടുപ്പിൽ 38,000 എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കോട്ടയത്തിന്റെ ജനപ്രതിനിധിയായി തുടർച്ചയായ രണ്ടാം വട്ടം തിരഞ്ഞെടുക്കപ്പെട്ടത്. 2021 ഇടത് തരംഗം ആഞ്ഞു വീശിയ തിരഞ്ഞെടുപ്പിലും തിരുവഞ്ചൂരിന്റെ ഭൂരിപക്ഷം 18,000-ലധികമായിരുന്നു. ഇത്തരത്തിൽ തങ്ങളുടെ ഉരുക്കുകോട്ടയായിരുന്ന ഒരു മണ്ഡലത്തെ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി പോലെയും KM മാണിയുടെ പാലാ പോലെയും തിരുവഞ്ചൂരിന്റെ കോട്ടയം എന്ന നിലയിൽ മാറ്റിയെടുത്ത രാഷ്ട്രീയ നേതാവിനോടുള്ള CPMന്റെ അടങ്ങാത്ത പകയും അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് ഉള്ള CPMന്റെ രാഷ്ട്രീയ വെല്ലുവിളിയുമാണ് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ബോധപൂർവം തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങൾ. ഇതിനു പിന്നിൽ CPM നടത്തിയ വൃത്തികെട്ട രാഷ്ട്രീയ ഗൂഢാലോചനയുടെ തെളിവുകൾ വരും ദിവസങ്ങളിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.